നമസ്കാരം, സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്കുള്ള ഏറ്റവും മികച്ച ഡെസ്റ്റിനേഷനിലൊന്നാണ് USA, അമേരിക്കയിലുള്ള പഠനം എന്നുള്ളത്. നാം ഈ UK-യിലും കാനഡയിലും ഒക്കെ പഠിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് അമേരിക്ക എന്നുള്ളത്. ഓർക്കുക, അമേരിക്കയിൽ പഠിക്കുവാനുള്ള ഒരു അവസരമാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. കാര്യങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് USA-യിലെ തന്നെ വളരെ പ്രമുഖമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ ഗ്ലോബൽ എൻറോൾസ്മെൻറ്റിൻ്റെ ഇൻചാർജ് ആയിട്ടുള്ള ഒരു വ്യക്തി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സൗത്ത് ഏഷ്യൻ റീജിയൻ്റെ ഒക്കെ ഇൻചാർജ് ആയിട്ടുള്ള 2 എക്സ്പേർട്ടുകളിൽ നിന്ന് ഈ അവസരം നമുക്ക് മനസ്സിലാക്കാം. 3.5 വർഷത്തോളം ഉള്ള സ്റ്റേ ബാക്ക് പോലെയുള്ള സൗകര്യങ്ങൾ, GRE GMAT പോലും ഇല്ലാതെ IELTS ഒരു 6 ഉണ്ടെങ്കിൽ ലഭ്യമാകുന്ന അവസരങ്ങൾ, അതും 20 ലക്ഷത്തിൽ താഴെ ചിലവിൽ സ്റ്റാർട്ടിങ്ങിൽ 6 ലക്ഷം രൂപ ഫീസ് മുടക്കിക്കൊണ്ട്, അതും വിസ കിട്ടിയതിന് ശേഷം മാത്രം ഫീസ് അടച്ചുകൊണ്ട് ലഭ്യമായിരിക്കുന്ന ഈ ഒരു അവസരമാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുന്നു, ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്യുവാനായിട്ട് 2 എക്സ്പേർട്സ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. ദ ഫസ്റ്റ് പേഴ്സൺ ഇസ് ഡോക്ടർ ജോർജ് ടി സിപ്പോസ്, who is the Executive Director of Global Enrollments from Gannon University, Pennsylvania, USA. And we have Mr. Radish Ravi. Radish Ravi ഒരു മലയാളിയാണ്. He is the Regional Director of Gannon University. അപ്പോൾ ഈ 2 എക്സ്പേർട്സിൽ നിന്ന് ഈ യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യൻസിന് ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം, കാര്യങ്ങളൊക്കെ നമുക്ക് സൂചിപ്പിക്കാം. വെൽക്കം ടു കരിയർ പാത്വേ. Thank you very much. My first question is to Dr. George. Yes. Do you have Indian students in your university? If so, what percentage? Yes. So Gannon University has a total enrollment of about 5,000 students. Okay. Out of those, 27% of international students. 27% are international students. International students. We're one of the highest percentages in the United States. Okay. And out of the international students, around 60% are Indian students. That's great. It's a good community with all kinds of activities and clubs. ഇത് ചോദിക്കുമ്പോൾ സാറിനോട് ചോദിക്കണം, മലയാളി സ്റ്റുഡൻസ് അവിടെ കണ്ടിട്ടുണ്ടോ ക്യാമ്പസിൽ? എങ്ങനെയാണ്? ഉണ്ട്, നമുക്ക് മലയാളി സ്റ്റുഡൻസ് ഉണ്ട് ക്യാമ്പസിൽ. അത് ബാച്ചിലറും മാസ്റ്ററും ഉണ്ട്, ഡിഫറെൻറ്റ് പ്രോഗ്രാമുകളുണ്ട്, മലയാളി സ്റ്റുഡൻസ് ഉണ്ട്. Why should the students, why you invite the Indian students to study in US? What are the benefits you can tell? See, the Indian student population in the United States has grown tremendously in the past 2-3 years. It is now the largest student population, even above the Chinese student population. I think that Indian students find a lot of benefits studying in United States universities because of the high quality education, the good price in some cases, like Gannon offers a great competitive price, as well as the perspectives for employment globally afterwards. So I think there's a lot of benefits. ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു അമേരിക്കൻ ഡിഗ്രി കിട്ടുക എന്നുള്ളതാണല്ലോ, അല്ലേ? അമേരിക്കൻ ഡിഗ്രിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഗ്ലോബൽ ഡിഗ്രിയാണ്. ഓക്കെ, നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും അമേരിക്കൻ ഡിഗ്രി കൊണ്ട് നമുക്ക് അതിൻ്റെ വാല്യൂ കാണും. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഇപ്പം വിത്തിൻ ദ US സ്റ്റേ ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ പോലും നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഓൾമോസ്റ്റ് ഐ ക്യാൻ സേ ലൈക്ക് 60-70% പ്രോഗ്രാംസ് എല്ലാം STEM ഡെസിഗ്നേറ്റഡ് പ്രോഗ്രാംസ് ആണ്. മാസ്റ്റർ ലെവലിൽ എല്ലാ പ്രോഗ്രാംസും STEM ആണ്. STEM അപ്രൂവ് ആയി കഴിഞ്ഞാൽ ആ പ്രോഗ്രാം പഠിക്കുന്ന ആൾക്ക് നമുക്ക് അപ് ടു 3 years OPT, അതായത് നമ്മുടെ ലോക്കൽ ടൈംസിൽ പറഞ്ഞ സ്റ്റേ ബാക്ക് കിട്ടും, അല്ലേ? ഓക്കെ, അതൊരു സ്റ്റെമ്മിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. സ്റ്റെമ്മിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണത്. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ കൂടുതൽ പ്രോഗ്രാംസും STEM അതെ, എല്ലാ മാസ്റ്റർ പ്രോഗ്രാം STEM ഡെസിഗ്നേറ്റഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ലിവിങ് കോസ്റ്റ് വളരെ കുറവാണ്. നമ്മുടെ ക്യാമ്പസ് പെൻസിൽവാനിയയിൽ ഉഴിയിലാണ്, അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ റീസണബിൾ സൈസ് സിറ്റി, ബട്ട് ലിവിങ് കോസ്റ്റ് വളരെ കുറവാണ്. നമുക്ക് പിന്നെ സിറ്റി വളരെ സേഫ് ആണ്. നമ്മുടെ എക്സ്ട്രാ എക്സ്പെൻസുകൾ വളരെ വരുന്നത് വളരെ കുറച്ചുമാണ്. How you feel about Indian students there? You find some difficulty with them, or what is your feeling about Indian students? You know what? So as part of the management of the university, I have to say that we don't have issues with the Indian students on campus. On the contrary, I think that they're very willing to
understand American culture, to understand higher education, university culture. I think they're really good at creating activities, at creating a campus atmosphere that reflects cultural values and reflects festivals and reflects holidays and so on. So we're very happy to have them there. We're very happy to have them at Gannon. I think it's a good addition to a university that until about 10-15 years ago had a lot of American students. Now they bring a lot of global atmosphere and global environment to the campus. What all courses you offer there, or how many courses you have in total? In total, we're talking about over 100 programs. Both bachelor's and master's? Both bachelor's, master's, and doctorates, right? Gannon is a nationally ranked university, so we cover a comprehensive array of degrees. Bachelor's programs, we're looking at close to 70 degrees, also about 40 degrees master's programs, and a few doctoral programs as well. All of our master's programs are STEM designated. A lot of our bachelor's programs are STEM designated. So. നമ്മൾ കൂടുതൽ നമ്മുടെ കേരളത്തിൽ നിന്നും അല്ലെ ഇന്ത്യയിൽ നിന്നൊക്കെയുള്ള സ്റ്റുഡൻസ് ഒരുപക്ഷെ മാസ്റ്റേഴ്സ് പ്രോഗ്രാംസിനായിരിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെയൊക്കെ ഡ്യൂറേഷൻ എങ്ങനെയായിരിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന്? നമുക്ക് ശരിക്കും പറഞ്ഞാൽ 3 തരത്തിൽ പ്രോഗ്രാംസ് ഉണ്ട്. ഒന്ന് നമുക്ക് 3 സെമസ്റ്റർ കണ്ടിന്യൂസ് എടുത്തിട്ട് 1 ഇയർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാം ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ MHA പ്രോഗ്രാം. അത് 3 സെമസ്റ്റർ കണ്ടിന്യൂസ് എടുത്ത് നമുക്ക് 1 ഇയർ കൊണ്ട് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റിൽ STEM ആണ്, നമുക്ക് 3 ഇയർ ഈ പറഞ്ഞ OPT കിട്ടും. രണ്ടാമത്തെ പ്രോഗ്രാം 30 ക്രെഡിറ്റ്സ് ആണ് ആ പ്രോഗ്രാം. അത് നമുക്ക് 1.5 വർഷം കൊണ്ട്, അതായത് 3 സെമസ്റ്റർ കൊണ്ട് അല്ലെങ്കിൽ 3.5 സെമസ്റ്റർ കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ 36 ക്രെഡിറ്റിൻ്റെ മാസ്റ്റർ പ്രോഗ്രാം ഉണ്ട്. അത് നമുക്ക് 4 സെമസ്റ്റർ 2 ഇയേഴ്സ് എടുക്കും. പക്ഷേ അത് ശരിക്കും 2 ഇയേഴ്സ് ഇല്ല ശരിക്കും പറഞ്ഞാൽ. അത് ഇപ്പം നമ്മൾ 3 സെമസ്റ്റർ എന്ന് പറഞ്ഞാൽ 12 മന്ത്സ് ആണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് സമ്മറിൻ്റെ ബ്രേക്ക് വരുന്നതുകൊണ്ടാണ് നമുക്കത് ഈ പറഞ്ഞ ഈ 2 ഇയേഴ്സ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ക്ലാസ് വരുന്നത് 12 മന്ത്സ് വരത്തുള്ളൂ, 1.5. മറ്റേ വരുന്നത് ഈ പറഞ്ഞ പോലെ 15 മന്ത്സ് വരത്തുള്ളൂ ക്ലാസ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് സ്റ്റുഡൻസിന് പാർട്ട് ടൈം ജോലികൾ ചെയ്യാനായിട്ടുള്ളത് ഓപ്ഷൻസ്? ആദ്യത്തെ 2 സെമസ്റ്ററിൽ അവർക്ക് ക്യാമ്പസിൽ മാത്രമേ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്യാമ്പസിൻ്റെ അകത്ത് ഇഷ്ടംപോലെ പോസിബിലിറ്റീസ് ഉണ്ട്. ജോബിൻ്റെ ഡിഫറെൻറ്റ് ലെവലിൽ പോസിബിലിറ്റീസ് ഉണ്ട്. അത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റും, ഡിപ്പാർട്ട്മെൻറ്റ് റിലേറ്റഡ് ജോബ്സ് ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ നോർമൽ ജോബ്സ് അവൈലബിൾ ആണ്, കഫേറ്റീരിയ അങ്ങനെ ഇതൊക്കെ ഉണ്ട്. അതും അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള വർക്ക്സ് അവൈലബിൾ ആണെന്ന് വെച്ചാൽ നമ്മുടെ പോസ്റ്റ് ഓഫീസ്, കേരളം തന്നെ പോസ്റ്റ് ഓഫീസ്, അല്ലെങ്കിൽ ലൈബ്രറി, ഫിറ്റ്നസ് സെൻറ്റർ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജോബ് അവൈലബിൾ ആണ്. പിന്നെ സമ്മറിൽ ഫുൾ ടൈം, നമുക്ക് സമ്മറിൽ ക്ലാസ് ഇല്ലാത്ത സമയമാണ്. ആ സമയത്ത് നമുക്ക് ഫുൾ ടൈം വർക്ക് എന്ന് വെച്ചാൽ 40 hours. പാർട്ട് ടൈം ആണ് 20 hours വർക്ക്. ഒരുപാട് പേർക്ക് പ്രശ്നങ്ങൾ വെച്ചാൽ അവർ പറഞ്ഞു വെച്ചാൽ US പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റില്ല. അങ്ങനല്ല, US പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റും. 20 hours per week ചെയ്യാൻ പറ്റും. Okay, you are mentioning that you have around 5,000 students in your university, right? Okay, so what are the facilities available? You have the dorms, or we call it as hostels. You have that in your campus, plus what all facilities you have there? Right. Gannon University first is a 100-year-old university, right? We started in 1925 in Erie, Pennsylvania. Right now we have 19 dormitories, hostels, right? Most of our bachelor students, American as well as international, live in dorms at least for the first 2 years of their bachelor's programs. That is a mandatory requirement because we are a liberal arts college, so that is part of the residential component of our education, is part of the entire experience of the liberal arts education. So students live on campus, they eat at the cafeteria, they focus on their studies. That is the major goal for those first 2 years. Of course, there are other facilities. There are labs. There is an extraordinary fitness center with a pool, and it's all new. Libraries are there, theater on campus. So it's a full urban campus. In one campus, or it's spread? It's all in the one campus. It's a full immersive experience in Erie, Pennsylvania, with Gannon University. So you have only campus in Pennsylvania, or other? We have 2 campuses right now. So we have our major old campus is in Pennsylvania, in Erie. The other one is in Ruskin, Florida, just outside Tampa. However, for now, we are only offering graduate programs in healthcare at Ruskin, and it's not just yet open for international students. So the international students, a major campus is in... They're going to be in Erie for now. Maybe within a year or 2, we will open the other campus as well for international students. ഇതിന്റെ ഇൻടേക്ക് ഒക്കെ എങ്ങനെയായിരിക്കും? ഏത് സമയത്താണ് അവിടെ? മെയിൻ ഇൻടേക്സ് സ്പ്രിങ്, അതായത് ജനുവരി,
രണ്ടാമത്തേത് ഫോൾ ഓഗസ്റ്റ്. പക്ഷേ ബാച്ചലർ പ്രോഗ്രാമിന് നമുക്ക് നിലവിൽ നമുക്ക് 5 ഇൻടേക്സ് ഉണ്ട്. സ്പ്രിങ് അതായത് ജനുവരി, സ്പ്രിങ് ടു മാർച്ച്, പിന്നെ സമ്മർ അതായത് മെയ്, പിന്നെ ഓഗസ്റ്റ് ഫോൾ ഇൻടേക്ക്, പിന്നെ ഫോൾ ടു ഒക്ടോബർ ഇൻടേക്ക്. പക്ഷേ ഇതിനകത്ത് മാസ്റ്റർ പ്രോഗ്രാംസ് എല്ലാം അവൈലബിൾ ആയിട്ട് വരുന്നത് ഈ 2 ഇൻടേക്കിലാണ്, സ്പ്രിങ്ങും ഫോളും, അതായത് ജനുവരിയും ഓഗസ്റ്റും. അപ്പോൾ നമുക്ക് ഒരു ഇന്ത്യൻ സ്റ്റുഡൻസിന് അവിടെ പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും അതിൻ്റെ റിക്വയർമെൻറ്റ്സ്, ആ കാര്യങ്ങളൊന്ന് പറയാമോ? ഹൗ ടു ഗെറ്റ് ആൻ അഡ്മിഷൻ? അഡ്മിഷൻ പ്രൊസീജിയർ വളരെ സിമ്പിളാണ്. നമ്മുടെ ആപ്ലിക്കേഷൻ ഓൺലൈനാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. അതിനുശേഷം ഡോക്യുമെൻറ്റ്സ് എല്ലാം ഓൺലൈൻ അപ്ലോഡ് ചെയ്യാം. റിവേഴ്സ് ഇവാലുവേഷൻ അങ്ങനത്തെ എക്സ്റ്റേണൽ ഇവാലുവേഷനോ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഒന്നും വേണ്ട. എല്ലാം ഓൺലൈൻ തന്നെയാണ്. നമ്മൾ തന്നെയാണ് എല്ലാം ഇവാലുവേഷൻ എല്ലാം ചെയ്യുന്നത്. മാസ്റ്റർ പ്രോഗ്രാമിനും സെയിം തന്നെ ഓൺലൈനിലാണ് ആപ്ലിക്കേഷൻ. ഇൻട്രനാഷണൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. എൻ്റെ കൂടെ തന്നെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യുക. ജനറലി എനിക്ക് പറയാൻ പറ്റും ഏകദേശം ബാച്ചലർ പ്രോഗ്രാം ഒരു നമുക്ക് വേണ്ട എൻ്റെ റിക്വയർമെൻറ്റ് 60% ആണ് ഹൈസ്കൂളിൽ വേണ്ടത്. എന്നുവെച്ചാൽ +2 60%. മാസ്റ്റർ പ്രോഗ്രാമിന് പ്രോഗ്രാം അനുസരിച്ച് വേരി ചെയ്യും. എന്നാലും ലോവസ്റ്റ് പോകുമ്പോൾ 2.75 ഔട്ട് ഓഫ് 4 അതാണ് CGPA. അത് MBA ആണെങ്കിൽ നമുക്കൊരു 3 ഔട്ട് ഓഫ് 4 വേണം. അല്ലെങ്കിൽ നമുക്ക് GMAT വേണ്ടി വരും. പിന്നെ ഒരു പ്രോഗ്രാമിന് GRE വേണം. അത് എൻവയോൺമെൻറ്റ് സയൻസ് ആൻഡ് മാനേജ്മെൻറ്റ് ആണ്. അതും എബോവ് 3 ഔട്ട് ഓഫ് 4 ഉണ്ട്, നമുക്ക് വേ ഓഫ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള പ്രോഗ്രാമുകൾക്കൊന്നും നമുക്ക് GRE GMAT വേണ്ട. IELTS വേണ്ടത് 6 ആണ്. ഡ്യൂലിംഗോ 110 ആണ് വേണ്ടത്. നമ്മൾ പക്ഷേ IELTS, TOEFL, PT, ഡ്യൂലിംഗോ, ഇംഗ്ലീഷ് 3 അങ്ങനെ ഒരുമാതിരി 5 ടെസ്റ്റുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഡിഗ്രിക്ക് ഒരു 70% അല്ലെങ്കിൽ അതിന് മേളിലും മാർക്കുള്ള GRE GMAT ഒന്നും വേണ്ട. IELTS 6 കൂടെ ഉണ്ടെങ്കിൽ ദേ ആർ ക്വാളിഫൈഡ് ടു അപ്ലൈ. ഓക്കെ. പിന്നെ സാറ് നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു, ഒരു മറ്റ് രാജ്യങ്ങളുമായിട്ട് ഈവൻ UK ഓർ കാനഡ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറേയും കൂടെ ലെസ്സർ ഫീസിൽ പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ. ലെസ്സർ ഫീസാണ്. അത് മാത്രമല്ല, നമുക്ക് എപ്പോഴും പഠിക്കാൻ പോകുമ്പോഴേക്കും നമ്മളൊരു വലിയ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ പോയി പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പഠിക്കുന്ന സമയം കാം ആൻഡ് ക്വയറ്റ്, അറ്റ്ലീസ്റ്റ് ഇൻ എ റീസണബിൾ വേ ആണെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ ഇറി ഒരു വളരെ നല്ല പ്ലേസാണ്. എല്ലാ കാര്യത്തിലേക്കും ആക്സസ് ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇറി എന്ന് പറഞ്ഞാൽ ബഫലോയിൽ നിന്നും ക്ലീവ്ലാൻഡിൽ നിന്നും പിറ്റ്സ്ബർഗ്, പിന്നെ നയഗ്ര വാട്ടർഫോൾ, ഇതെല്ലാം ഒരു ലെസ് ദാൻ 2 മണിക്കൂർ ഡ്രൈവാണ്. ഈവൻ ന്യൂയോർക്ക് പോലും ഡ്രൈവബിൾ ഡിസ്റ്റൻസാണ്. അപ്പം ഇതെല്ലാം ഉണ്ട്. സിറ്റി റീസണബിൾ ബിഗ് ആണ്. എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. ലിവിങ് കോസ്റ്റ് വളരെ കുറവാണ്. നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റ് രാജ്യങ്ങളിൽ നമ്മൾ പറയത്തില്ല ഇന്ന പ്രൊവിൻസിൽ പഠിച്ചാൽ അവിടെ തന്നെ ചെയ്യണം. US അങ്ങനെയില്ല. നിങ്ങൾ അവിടെ പഠിച്ചിട്ട് നിങ്ങൾക്ക് അടുത്ത നിങ്ങളുടെ ജോബിനോട് ന്യൂയോർക്കോ വാഷിങ്ടണോ അരിസോണയോ എവിടെ വേണമെങ്കിലും പോകാം. അത് ഒന്ന്. 2, നിങ്ങൾക്ക് US ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്ലോബൽ ഡിഗ്രി. മറ്റ് രാജ്യങ്ങളെക്കാളും കൂടുതൽ മറ്റ് രാജ്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ മറ്റ് രാജ്യങ്ങളെക്കാളും കൂടുതൽ വേൾഡിൽ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന ഡിഗ്രി എന്ന് പറഞ്ഞാൽ US ഡിഗ്രിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ യുവർ ചാൻസ് ഈസ് ഗോയിങ് ബി ഓപ്പൺ ടുവേഴ്സ് ദ വേൾഡ്. ലോകത്തിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വാതിൽ തുറന്ന് കിട്ടും. ലിവിങ് എക്സ്പെൻസ് കുറവാന്ന് പറഞ്ഞു. ഫീസ് ഒക്കെ എങ്ങനെയുണ്ട് കമ്പാരിറ്റീവ്ലി? നമുക്കൊരു ബാച്ചലർ പ്രോഗ്രാം ആണെങ്കിൽ ഒരു $14,400 പെർ ഇയർ ട്യൂഷൻ ഫീസ് വരുന്നത്. നോർമൽ ട്യൂഷൻ ഫീസ് ശരിക്കും പറഞ്ഞാൽ വരുന്ന ഒരു $36,000 to $38,000 പക്ഷേ ഇന്ത്യൻ സ്റ്റുഡൻസിന് നമ്മളൊരു ഇൻ്റർനാഷണൽ അവാർഡ് കൊടുത്തതിന് ശേഷം വരുമ്പോഴേക്കും അവർ ഉള്ളി $14,400 പേയ്മെൻറ്റ് വരുന്നുള്ളൂ പെർ ഇയർ. മാസ്റ്റർ വരുമ്പോഴേക്കും നമ്മളിപ്പോൾ ഒരു സെമസ്റ്റർ ഒക്കെ പറയുകയാണ്, അല്ലെങ്കിൽ ഫുൾ കംപ്ലീറ്റ് പ്രോഗ്രാം പറയുകയാണെങ്കിൽ ഒരു $22,000 to $30,000 അകത്ത് എല്ലാ പ്രോഗ്രാമിൻ്റെയും ഫീസ് നിൽക്കും, കംപ്ലീറ്റ് ഫീസ് നിൽക്കും. ഓക്കെ, ഞാൻ പറഞ്ഞ സെമസ്റ്റർ പെർ ഇയറോ അല്ല പറഞ്ഞത്, കംപ്ലീറ്റ് എക്സ്പെൻസ് കംപ്ലീറ്റ് നമ്മുടെ ഫീസ് മൊത്തം നിൽക്കും. ഒരു 22 to ഒരു 30,000, $22,000 മുതൽ $30,000 അകത്ത് നിൽക്കും. പിന്നെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു $30,000 മുടക്കി നമ്മൾ 1.5 വർഷം പഠിച്ചു കഴിഞ്ഞാലും നമ്മൾ പഠിക്കുന്ന എല്ലാ പ്രോഗ്രാം സ്റ്റെം അതുകൊണ്ട് അടുത്ത 6 മന്ത് കൊണ്ട് നമ്മൾ ജോബ് ചെയ്തുമ്പോഴേക്കും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ മുടക്കിയ പൈസ മൊത്തം വെച്ചു. ഓക്കെ, സോ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഈസ് വെരി ഫാസ്റ്റ്. പിന്നെ ഏറ്റവും വലിയ കാര്യം ഗനോണിൻ്റെ എംപ്ലോയ്മെൻറ്റ് റേഷ്യോ 98% ആണ്. 96% ആണ് ഗനോൺ എംപ്ലോയ്മെൻറ്റ് റേഷ്യോ. അപ്പം നമ്മൾ പറയുന്നത് വൺ ഓഫ് ദ ടോപ്പ്. ഓക്കെ, ജോലിയിലേക്ക് എത്താനായിട്ടുള്ള ചാൻസസ് ആർ വെരി ഹൈ. എംപ്ലോയ്മെൻറ്റ് 96% ആണ്. ആൻഡ് ദ കോഴ്സസ് ആർ STEM designated, അതുകൊണ്ട് തന്നെ they will get the stay back. Okay, right. Okay, I understand that this Gannon University is a Catholic university, right? And you are on the 99th year, soon going to celebrate
the centenary. Okay. Can you comment more on that? Yes, absolutely. So the university has been founded in 1925 by Bishop Gannon of Erie, hence the name of the university. And it's been ever since one of the few Catholic diocesan universities in the United States. There are many Catholic universities in the United States, but diocesan universities are not very many. There's a handful of them. That doesn't mean, of course, that people are all faiths are not included, and we have students who are Muslim and they're Hindu and they're in different religions, of course. So everybody is included. Now, it so happens that in this year and next year, we start celebrations at Gannon with the total eclipse of the sun on April 8th. Erie is in the path of totality, so it's going to be, there's already hundreds, tens of thousands of people coming to Erie to see the total eclipse of the sun, and that's a good start for us to trigger the festivities for a 100-year anniversary that's going to be next year. So there's a lot of attention on Gannon University these days. ഈ ഗാനൻ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് എല്ലാ ഏരിയയിൽ നിന്നുള്ള കോഴ്സുകളുണ്ടോ? സ്റ്റാർട്ടിങ് ഫ്രം എഞ്ചിനീയറിംഗ്, മാനേജ്മെന്റ്, അക്കൗണ്ടിങ്. നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് 4 പ്രോഗ്രാംസ് മാസ്റ്റർ ലെവൽ. ബാച്ചിലർ നമ്മൾ പ്രോഗ്രാംസിൻ്റെ നമ്പർ ഭയങ്കര ഹൈ ആവുന്നുണ്ട്, എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. മാസ്റ്റർ ലെവൽ കമ്പ്യൂട്ടർ സയൻസിനകത്ത് നമുക്ക് 4 പ്രോഗ്രാംസ് ഉണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി, ഡാറ്റാ സയൻസ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, പിന്നെ സൈബർ സെക്യൂരിറ്റി. പിന്നെ പിന്നെ എഞ്ചിനീയറിംഗിനകത്ത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, എംബെഡഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റ് ഉണ്ട്, എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് സയൻസ് ഉണ്ട്. പിന്നെ ഇത് കൂടാതെ ബിസിനസ് ഉണ്ട്, MBA, അത് ബിസിനസ് അനലിറ്റിക്സ്, ലേറ്റസ്റ്റ് ബിസിനസ് പ്രോഗ്രാം ഉണ്ട്. പിന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, മോർ ഇൻ ടു ദ NGO സെക്ടേഴ്സ്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ സെക്ടറിലേക്കുള്ള. പിന്നെ സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ വിത്ത് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ അതുണ്ട്. പിന്നെ അടുത്തതുള്ളത് നമുക്ക് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. അപ്പം ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാംസും നമ്മൾ ശരിക്കും കവേർഡാണ്. നമുക്കില്ലാത്ത 1-2 ഏരിയ എന്ന് പറഞ്ഞാൽ ഇപ്പം ഹോസ്പിറ്റൽ ടൂറിസം മാനേജ്മെൻറ്റ് ആ ഒരു ഏരിയ ഇല്ല, ഇല്ല കുക്കറി അങ്ങനത്തെ ഏരിയ ഇല്ല. ഇപ്പം നമുക്ക് ഏവിയേഷൻ്റെ പോലെ നമുക്ക് പുതിയ ബാച്ചലർ പ്രോഗ്രാം വന്നു. ഫോളിലേക്ക് വരുവാണ്, ഏവിയേഷൻ മാനേജ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ആ ഏരിയയും കവറായിപ്പോൾ ഒരുമാതിരി എല്ലാ ഏരിയസും കവറായിട്ടുണ്ട്. ഈ US മറ്റ് രാജ്യങ്ങൾ കാണാത്ത, ഇപ്പം മറ്റ് രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുമ്പോൾ അവിടെയൊന്നും ഒരു വിസ ഇൻ്റർവ്യൂ ഇല്ല. US മാത്രം ഒരു വിസ ഇൻ്റർവ്യൂ ഉണ്ട്. പക്ഷേ അപ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഞാൻ കണ്ടത്, US ഈ നമ്മളെ യൂണിവേഴ്സിറ്റിയിൽ വിസ കിട്ടിയാൽ മാത്രം ഫീസ് പേ ചെയ്താൽ മതി അല്ലേ? അതിനെക്കുറിച്ച് അതെങ്ങനെയായിരിക്കും? അതൊന്നും ഇപ്പോൾ കാനഡ അല്ല മറ്റേ ഓസ്ട്രേലിയ മറ്റു രാജ്യങ്ങളിലേക്ക് നമുക്ക് വിസ വെച്ചിട്ടൊന്ന് റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വീണ്ടും അപ്ലൈ ചെയ്ത് കിട്ടുന്നത് ഭയങ്കര പാടാണ്. പക്ഷേ US-ൻ്റെ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് ലാക്നെസ് വന്നു, നമ്മൾ പ്രിപ്പയർ ചെയ്ത് കുറഞ്ഞു പോയി, നമുക്ക് വിസ റിജക്ഷൻ വന്നു. ഇൻ ചാൻസ് നമുക്ക് വീണ്ടും അപ്ലൈ ചെയ്യാം. വീണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ വിസ ഇൻ്റർവ്യൂവിൻ്റെ ഫീസ് മാത്രം അടച്ചാൽ മതി, ഓൾമോസ്റ്റ് 1 ഇയറിലേക്ക്. വിസ ഫീസ് അടയ്ക്കണ്ട. അതിൻ്റെ എനിക്ക് തോന്നുന്നൊരു $150 സംതിങ് ലൈക്ക് ദാറ്റ്. അത് മാത്രം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വിസ ഇൻ്റർവ്യൂ പോകാൻ പറ്റും. അപ്പം നമ്മൾ നന്നായിട്ട് പ്രിപ്പയർഡ് ആണെങ്കിൽ നമുക്ക് ആ സമയത്ത് വിസ കിട്ടും. അതും 5ാമത്തെ 6ാമത്തെ ചാൻസിലൊക്കെ വിസ കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ട്. വിസ കിട്ടിയാൽ മാത്രം ഫീസ് പേ ചെയ്താൽ മതി. വിസ കിട്ടിക്കഴിയുമ്പോഴേക്കും നമ്മൾ സ്റ്റുഡൻസിൻ്റെയൊക്കെ പറയും നിങ്ങൾ ഇത്ര ഡെപ്പോസിറ്റ് പേ ചെയ്യണമെന്ന് പറയും. ആ സമയം അത് നിങ്ങളുടെ എൻറോൾമെൻറ്റ് ഡെപ്പോസിറ്റാണ്, നോൺ റീഫണ്ടബിൾ ആണ് ആ ഡെപ്പോസിറ്റ്. അപ്പോൾ ആ ഡെപ്പോസിറ്റ് പേ ചെയ്യുക, അപ്പം നിങ്ങളുടെ സീറ്റ്സ് നമ്മൾ ബുക്ക് ചെയ്യും. സ്റ്റുഡൻറ്റ് സോ ഹീ ഗോട്ട് ദ വിസ, ആൾ അവിടെ വരുന്നു, അവിടെ വന്ന് ഫീസ് എല്ലാം പേ ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടുമോ? എങ്ങനെയാണ്? ഒരു US എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് എഡ്യൂക്കേഷൻ മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ, അത് നമുക്കൊരു ലിവിങ് കൾച്ചർ, ഓക്കെ, ഡിഫറെൻറ്റ് പാറ്റേൺ ഓഫ് ലൈഫ്, ഇതെല്ലാം ഓഫർ ചെയ്യുന്ന അതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും US-ലുണ്ട്. ഉദാഹരണം നമ്മുടെ ഹെൽത്ത് സെൻ്റർ ഉണ്ട്, അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് സ്റ്റുഡൻസിന്. ഫിറ്റ്നസ് സെൻ്റർ ഉണ്ട്, കംപ്ലീറ്റ്ലി ഫ്രീ ആണ് സ്റ്റുഡൻസിന്. നൈറ്റ് ഡ്രൈവ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പ്രോജക്റ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ റൂമിൽ ഇരിക്കുമായിരിക്കും പ്രോജക്റ്റ് ചെയ്തുകൊണ്ട്, സമയം ചിലപ്പോൾ 2-1:30 ആവും. അപ്പോൾ നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോകണമെങ്കിൽ ചിലപ്പോൾ 1 കിലോമീറ്റർ ദൂരെ ആയിരിക്കും താമസിക്കുന്നത്. അത് ഗേൾസ് ആവാം ബോയ്സ് ആവും. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴേക്കും നൈറ്റ് ഡ്രൈവ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള നൈറ്റ് ഡ്രൈവ്സ് ഉണ്ട്. നമുക്ക് നമ്മുടെ ആപ്പിനകത്ത് എല്ലാം നമ്മുടെ ആപ്പിനകത്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വണ്ടി വരും, അവരുടെ ID നമുക്ക് കാണാൻ പറ്റും. വന്നു കഴിഞ്ഞ് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഡ്രോപ്പ് ചെയ്ത് സേഫ് ആയതിനു ശേഷം മാത്രമേ അവർ പോകത്തുള്ളൂ. പിന്നെ ടോട്ടൽ ഇറിയിൽ നമുക്ക് ഏത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ നമ്മുടെ ID കാർഡ് ഫ്രീ ആണ്, സ്റ്റുഡൻസ് ഫ്രീ ആണ്. അപ്പം ഒരു കാര്യം മാത്രമല്ല, ലൈബ്രറി സൂപ്പർ ഗുഡ് ബിഗ് ലൈബ്രറി. അപ്പം ഇതെല്ലാം സ്റ്റുഡൻസിന് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പം പിന്നെ അതുപോലെ ഇഷ്ടംപോലെ ഫങ്ഷൻസ്
ഇപ്പോൾ 2 ദിവസം മുന്നേ ബംഗ്ലാദേശികളുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് ഡേ, നമ്മുടെ മലയാളികളുടെ ഓണം എല്ലാം ആഘോഷിക്കും. അത് മെയിൻ ക്യാമ്പസിൻ്റെ സെൻറ്ററിൽ തന്നെ ആയിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. ഓണത്തിന് ഞങ്ങൾ അത്തപ്പൂക്കളം ഇടാറുണ്ടാണ്. അപ്പം ഹോളി വരുമ്പോഴേക്കും ഹോളി ആഘോഷിക്കും. എല്ലാ കാര്യത്തിനകത്തും നമുക്ക് ആഘോഷങ്ങൾ എപ്പോഴും കാണും. എല്ലാവരും കാരണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ക്യാമ്പസിൽ 72 രാജ്യങ്ങളിൽ നിന്നുള്ള പിള്ളേർ പഠിക്കുന്നുണ്ട്. അപ്പം ഒന്നെങ്കിൽ അടുത്തൊരു ഫെസ്റ്റിവൽ ഇന്നോ നാളെ അല്ലെങ്കിൽ ഈ ഒരാഴ്ച വന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അവിടെ ഫുഡ് കാണും, ഡാൻസ് കാണും, പല പല പ്രോഗ്രാംസ് കാണും. നമുക്ക് പോയിട്ട് പയ്യൻ ആദ്യമായിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടോ? ഒരു പോസ്റ്റ് ലാൻഡിങ് ഏറ്റവും ആദ്യം ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. ആ സെക്ഷൻ്റെ അകത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും സ്റ്റുഡൻസിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. എന്നുവെച്ചാൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ബാങ്കിൻ്റെ വണ്ടി ക്യാമ്പസിൽ കാണും. അവിടെ ചെന്ന് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. പിന്നെ നമ്മുടെ IT സപ്പോർട്ട് ടീമിൻ്റെ ഒരു പ്ലേസ് കാണും. അവിടെ പോയിട്ട് നമുക്ക് IT-യുടെ കാര്യങ്ങളെല്ലാം ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും അല്ലെങ്കിൽ നമ്മുടെ ഇൻഷുറൻസിൻ്റെ കാര്യത്തിനുണ്ട്. അപ്പോൾ എല്ലാ ആൾക്കാരും ഓറിയൻറ്റേഷൻ സമയത്ത് ഒരു 4-5 ദിവസങ്ങൾ കാണും. പിന്നെ ക്യാമ്പസ് വിസിറ്റ് കാണും. പിന്നെ അതുപോലെ തന്നെ ഒരു നയഗ്ര വാട്ടർഫോൾ വിസിറ്റ് കാണും. പിന്നെ ഔട്ട് സൈഡ് വിസിറ്റ് കാണും. ഈ ഓറിയൻറ്റേഷൻ സമയത്ത് നമുക്ക് കുറേ സ്ഥലങ്ങളിൽ ഫുഡ് കിട്ടും. അപ്പം എല്ലാ കാര്യങ്ങളും ആദ്യത്തെ ആഴ്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി പിള്ളേർക്ക് കൊടുക്കും. പിന്നെ അത് അവർ കണ്ടിന്യൂ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ US എഡ്യൂക്കേഷൻ്റെ വേറെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ മാസ്റ്റർ പ്രോഗ്രാം പഠിക്കുമ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ 9 ക്രെഡിറ്റാണ് സാധാരണഗതിയിൽ ഫുൾ ടൈം ലോഡ് എന്ന് പറഞ്ഞത്. 9 ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ 9 മണിക്കൂർ ക്ലാസ് ഒരാഴ്ചയുള്ളൂ. നമ്മളിവിടെ ചിന്തിക്കുന്ന പോലെ രാവിലെ 9 തൊട്ട് വൈകുന്നേരം 3 വരെ അങ്ങനെയില്ല. ചിലപ്പോൾ നമ്മുടെ ഈ 9 മണിക്കൂർ എന്നുള്ളത് ചിലപ്പോൾ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം മുമ്പ് ക്ലാസ് നമ്മൾ ഫിനിഷ് ചെയ്യും. ബാക്കിയുള്ള സമയം നമുക്ക് ഫ്രീ ആണ്. നമുക്ക് എക്സ്ട്രാ ആക്ടിവിറ്റീസ് ആണ് ചെയ്യാം. അതുപോലെ പ്രോജക്റ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഈ 9 മണിക്കൂറേ ഉള്ളൂ ഒരാഴ്ച ക്ലാസ്. ബാച്ചിലർ എന്ന് പറഞ്ഞാൽ 15 ക്രെഡിറ്റ് ആണെങ്കിൽ 12 ക്രെഡിറ്റ് ആണെങ്കിൽ 12 മണിക്കൂർ ക്ലാസ് ഫ്രീ. വർക്ക് ചെയ്യാം. ബാക്കി സമയത്ത് അതുകൊണ്ട് പറഞ്ഞാൽ US-ന്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വെറും എഡ്യൂക്കേഷൻ മാത്രമല്ല, അതൊരു ഇറ്റ്സ് എ കംപ്ലീറ്റ് പാക്കേജ്. Okay, one last question. You have any advice to the Indian students who wish to come to Gannon University? Yeah, absolutely. When you decide on studying abroad, either for your bachelor's or for your master's degree, you're deciding your future. So I think the first thing you need to do is really make sure that you have the program that's best for you, that makes the most sense for you, and that is at Gannon. Once you determine that, and once you understand what Gannon University stands for, where we're located, and you determine that that is the best position for you, that's the best program for you, we are here to help you apply. Make a decision as you inform yourself. Do not rush. Think about it. It's your future play. And we will be always ready to welcome you and to create your educational experience to be a great one at Gannon University. Okay. Anyway, on behalf of Career Pathway, let me thank both of you for sparing your valuable time with our channel. Okay. Thank you very much. Thank you. അപ്പം അമേരിക്കയിൽ പഠനത്തിനായിട്ട് ലഭ്യമായിരിക്കുന്ന ഒരു കിടിലൻ അവസരമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഈ ഒരു അവസരത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്ന നമ്പറിൽ സ്ട്രിൻസ് കൺസൾട്ടൻസിയുമായി കോൺടാക്ട് ചെയ്യാം. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ ഇവരുടെ ടീമിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഏതായാലും ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.